ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ്. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ്. എനിക്ക് ഇനി തൊട്ട് +1 ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ആ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെക്കേഷൻ്റെ ലാസ്റ്റത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്യാമെന്ന്. എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ് അങ്ങനെ കെയർ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യാമെന്ന്. ഇനി ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല, പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് സെൽഫ് കെയർ ഒക്കെ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഹെയറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് മമ്മ എനിക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് തരാണ്. അതിപ്പോൾ വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഹെയറിൽ എന്ത് വെളിച്ചെണ്ണയാണോ തയ്ക്കുന്നത് അത് നമ്മളൊന്ന് കുറച്ചൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മുടെ തലയോടിൽ തേച്ച് കൊടുക്കുക. അതാണ് ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ മമ്മ എന്നെ പിടിച്ചിരുത്തി തലയിൽ നല്ല മസാജ് തന്നു. അതും നല്ല സുഖം ഉണ്ടായിരുന്നു. മസാജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. പിന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇറയത്തിരുന്നിട്ട് ഈ മഴ കാണാൻ നല്ല രസമാണ്. പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും, കട്ടൻ ചായയും കടിയും. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഞാൻ പോയിട്ട് വെറുതെ കൈയൊക്കെ നനച്ചു. പിന്നെ ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു മഴയത്ത്. ഭയങ്കര ഇഷ്ടമാണ് മഴയത്തൊക്കെ ഇറങ്ങി കുളിക്കാൻ. കുഞ്ഞാറ്റൊക്കെ എനിക്ക് അങ്ങനെ വെളിച്ചെണ്ണൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫേസിന് എന്തെങ്കിലും കെയർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ അലോവേര ജെല്ല് മാത്രമേ തേച്ചുള്ളൂ. കാരണം എൻ്റെ മുഖം ഇപ്പോൾ നല്ലപോലെ കുരു വരുന്ന ഒരു ഫേസാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ഹോം റെമഡിയൊക്കെ ഓരോന്നും ചെയ്തിട്ട് കുരു വരുത്തണമെന്ന് വിചാരിച്ചാൽ ഞാൻ അലോവേര ജെല്ല് മാത്രമേ തേച്ചുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ഹൈജീൻ അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മുടെ എവർത്തിന്റെ ക്രീം ഹെയർ റിമൂവൽ ബിക്കിനി ലൈൻ ആണ്. അപ്പൊ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ വരുന്ന ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ്. പിന്നെ ഇതിനകത്ത് ട്വിൻ പാക്ക് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 2 ട്യൂബ് ക്രീമാണ് ഉണ്ടാവുക. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ടാബ്ലറ്റ് ടിഷ്യൂ വരുന്നുണ്ട്. പിന്നെ വൈപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം. നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ എവർത്തിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഡെമോ ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് അൺവാണ്ടഡ് ഹെയർ ഉള്ള സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഇത് വൈപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ടിഷ്യൂ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു പണ്ട്. ഇതിങ്ങനെ വെള്ളം നനച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരും, ഇങ്ങനെ ടിഷ്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഈ ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും വരില്ല കേട്ടോ. നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള ക്രീമാണ്. ആ ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ എന്റെ കാലിലത്തെ ഹെയർ ആണ്. അങ്ങനെ നമ്മൾ ആ ടിഷ്യൂ വെള്ളത്തിലിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് ഞാനിങ്ങനെ തുടച്ച് ഗൈസ്. തുടച്ചപ്പോൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ. പിന്നെ അതിലത്തെ ആ വൈപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്താലും ആ ഹെയർ നന്നായിട്ട് പോരും. സോ ഗൈസ്, എൻ്റെ 2 കാലം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവരത് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വാങ്ങാം. നമ്മുടെ ഇന്റിമേറ്റ് ഹൈജീനിന് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഗൈസ്, എൻ്റെ കുള്ളിക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ചു നേരം കുക്കുനെയൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞങ്ങളൊരു സംഭവം ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കുക്കുനെ കളിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നോക്കുമ്പോൾ നമ്മുടെ അച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യട്ടേന്ന് കുറേ പേര് കമന്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഞാൻ റിവീൽ ചെയ്യട്ടേന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, അപ്പോൾ എന്തായാലും അവരെങ്ങോട്ട് അറിയട്ടെ, അവർക്ക് സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് +1 അവൻ 2-3 വിഷയത്തിൽ പോയി. അപ്പോൾ പക്ഷെ അവൻ +2 ജയിച്ചു. അതാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയുള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.